ഞങ്ങളെ ചീത്ത അറിയുമ്പോത്തിന് ഞാൻ നാളെ വിദ്യാഭ്യാസ മന്ത്രി എനിക്ക് നിങ്ങളോട് കാര്യം പറയണം. നിങ്ങളൊരു നിലവാരമുള്ള മനുഷ്യൻ. ഇന്നാളുണ്ട് ഒരു സുഞ്ചിന്റെ നമ്മളീക്കുന്ന വിഘടിച്ച് നമ്മളങ്ങനെ ചീത്ത രണ്ടു കൂട്ട് മന്ത്രിന്റെ ഓഫീസിൽ ഞാൻ സ്വറ്റായിട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ മന്ത്രിന്റെ 2-3 സ്റ്റാഫ് ഇങ്ങനെ ഞാൻ വെച്ച് കാര്യപ്പെട്ട ആരെങ്കിലും പാർട്ടി പോളിറ്റി ബ്യൂറോ ഏതെങ്കിലുമൊക്കെ ഒന്ന് സ്വീകരിക്കാൻ വരിക. അപ്പോൾ 2 മൂല്യന്മാർ വരുന്നത് അതിങ്ങനെ ലിഫ്റ്റ് കയറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. ഞാൻ എല്ലാവരും ബാക്കിൽ പോയി നോക്കി. ഉള്ളൊക്കെ മന്ത്രി അടിച്ചപ്പോൾ മന്ത്രിയുടെ പ്രൈവറ്റ് റൂമിൽ കൊണ്ട് എന്തിനാ കുട്ടി ഇതൊക്കെ എന്താണൊക്കെ വാട്ട് ഹാപ്പൻസ് യു എന്ത് പറ്റി? നിയമസഭയിൽ ഒരു MLA വെറുതെ ബഹളം വെച്ചു. എന്താണ് പടച്ചോനെ? കോഴിക്കൂട്ടിലൂടെ കൂറപായുന്ന എന്തോ ഒരു കളി നിയമസഭയിൽ ഒരുത്തന്റെ വക. എന്താ സംഗതി? മന്ത്രി ശിവൻകുട്ടി തന്റെ ഓഫീസില് 2 യുവ പണ്ഡിതന്മാരെ സ്വീകരിച്ചത്രേ. അകത്തേക്ക് കൈ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയത്രേ. ഉള്ളിന്റെ ഉള്ളിൽ കൊണ്ടുപോയി ഭവ്യതയോടെ ഇരിക്കണ കണ്ടിട്ട് ഒരാള് ഒച്ചണ്ടാക്കാൻ നിയമസഭയിൽ. സുഹൃത്തെ, സഹോദര, ഇതൊരു പഴയ സൂക്കേടിന്റെ ബാക്കി പത്രമാണ്. ആ സൂക്കേട് ആ കാലഘട്ടത്തിൽ ചികിത്സിക്കപ്പെട്ടോ ഇല്ലേ? പിന്നെ ആ സൂക്കേട് മാറിയെന്ന് നമ്മൾ കരുതിയിരുന്നു. ആ സൂക്കേട് ഇങ്ങനെയൊക്കെ പുറത്തിങ്ങനെ വരികയാണ്. ഉലമാഇനെ കാണുമ്പോഴുള്ള അങ്കക്കലി, അവർ വെള്ളംകോരികളും വിറക് വെട്ടികളും ആയിരിക്കണം എന്ന് ഇന്നും ചിലർക്ക് വാശി. നടക്കൂല എന്നാണ് മറുപടി. ആ ആദർശത്തിന്റെ പോരാട്ടത്തിന്റെ വിഷയത്തിൽ വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ, സുബ്ഹാനല്ലാഹ്, ആ മുന്നേറ്റമാണ് ശാന്തം, പാവം, പരമസാധു ബഹുമാനപ്പെട്ട വീരാൻകുട്ടി മുസ്ലിയാർ ഉസ്താദ് നിശബ്ദൻ. അതേസമയം വിപ്ലവം, പോരാട്ടം, പ്രതിഷേധം, ശരിയാം വണ്ണമുള്ള തീരുമാനങ്ങളും നിലപാടുകളും, അതാണ് ആ ജീവിതത്തിൽ നമ്മൾ കണ്ടതെങ്കിൽ നൂർഷാ ത്വരീഖത്തിനെ പറ്റി ഈ ആഴ്ച തീരുമാനമെടുക്കണം. ഹൈദ്രോസ് മുസ്ലിയാരെ വീട്ടിൽ പോയിട്ട് ബഹുമാനപ്പെട്ട വീരാൻകുട്ടി ഉസ്താദ് ആവശ്യപ്പെടുകയാണ്. അതെന്തുകൊണ്ട്? ഹൈദ്രോസ് ഉസ്താദ് ചോദിക്കാൻ എണ്ണി അങ്ങ് പറഞ്ഞു കൊടുത്ത ആ വിലയിരുത്തൽ അന്നത്തെ മുഷാവറയിൽ ഹൈദ്രോസ് മുസ്ലിയാർ ആവർത്തിച്ച് അവതരിപ്പിച്ചപ്പോൾ കേരളം അത് കാതോർത്തു. ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടായി. വീരാൻകുട്ടി ഉസ്താദിന്റെ യുവത്വവും കർമ്മകുശലമാണ്. ആ ജീവിതത്തിന്റെ സായന്തനവും സന്തോഷം നിലനിൽക്കുന്ന വല്ലാത്ത, വായിച്ചാൽ തീരാത്ത ഇതിഹാസത്തിന്റെ ഏടുകളാണ്. നമുക്കതൊക്കെ പറഞ്ഞ് ഇന്ന് പങ്കുവെക്കാൻ കഴിയുന്നത് അന്നൊക്കെ ആ മഹത്തുക്കൾ വെയിലത്തും മഞ്ഞത്തും ഇരുട്ടത്തും തണുപ്പത്തും കഷ്ടപ്പെട്ടതിന്റെ ഒക്കെ ബാക്കി, അതിന്റെ ഒക്കെ ഫലമാണ്. ആ മഹത്തുക്കളുടെ ഒക്കെ വഴിയിൽ നമ്മൾ ഉണ്ട്. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ടു പോകാൻ. മമ്പുറം തങ്ങളുടെ പാരമ്പര്യം ആ വലിയ പാരമ്പര്യമാണ്. ഈ വെളിച്ചം നമുക്കൊക്കെ ഇന്നും നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ നല്ല മഹത്തുക്കളുടെ നല്ല വഴിയിൽ ഇനിയും ഒരുപാട് നല്ല നേട്ടങ്ങളുമായി മുന്നോട്ടു പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആയിരക്കണക്കിന് മുതല്ലിമീങ്ങൾക്ക് ഉസ്താദ് അർത്ഥം വെച്ചു കൊടുത്ത വരികൾ ഉലഈക ആബാഇ ഫജിനി ബിമിസ്ലിഹിം ഇദാ ജമഅത്നാ യാ ജരീറുൽ മജാമിഉ. നല്ല നല്ല വാപ്പമാരുടെ നല്ല നല്ല മക്കളായി, നല്ല നല്ല ഉസ്താദുമാരുടെ വിനീത ശിഷ്യരായി, എല്ലാ വിനയത്തിലും വിജയത്തിലും ഞങ്ങളെ എല്ലാം അവർക്കൊപ്പം വഴി നടത്തി തരണമേ അല്ലാഹ്. ആ അദബ് കൊണ്ട് ഞങ്ങളെ ഒന്നാകെ നീ പൊതിയണേ അല്ലാഹ്. ആ ആള് പിന്നെ ഒച്ചപ്പാടാണ്, ബഹളമാണ്, കുരുത്തക്കേടാണ്. പിന്നെ ഇമാമിങ്ങളെയൊക്കെ തെറി പറയുന്ന ശീലമാണ്. നിസ്കാരം 3 ഉള്ളൂ 5 വാദമാണ്. അങ്ങനെ എത്ര മഹാന്മാരെയാണ് ചീത്ത പറഞ്ഞത്. അയിമ്മത്ത് മുഴുവൻ കള്ളന്മാര് തന്നെ.
ആ മനുഷ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞേൽപ്പിച്ചു. ഏറ്റവും വലിയ കള്ളൻ അബൂ ഹുറൈറയാണ്. അയാൾ അങ്ങനെ സിദ്ധാന്തിച്ചു, പുസ്തകം എഴുതി. സുബ്ഹാനല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് 10,000 ഹദീസുകൾ കേൾക്കുകയും 5000-ലേറെ ഹദീസുകൾ നാം തന്നെ ഇക്കാലഘട്ടത്തിൽ പഠിക്കുന്നു. കേട്ടതാരാണ്? പറഞ്ഞതാരാണ്? പറഞ്ഞു ഉദ്ധരിച്ച് നമ്മുടെ സമൂഹത്തിന് പഠിപ്പിച്ചു പകർന്നു തന്നതാരാണ്? അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്നു പേരുള്ള സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ്. കാട്ടുകള്ളനാണ്, ജൂതനാണ്, തന്തപ്പൂച്ചയാണ് എന്നൊക്കെ പറഞ്ഞ് എടപ്പാളിന് പരിസരത്തൊരാൾ സ്വഹാബത്തിനെ ചീത്ത വിളിച്ചല്ലോ, ഇമാമീങ്ങളെ മുഴുവനും കുറ്റപ്പെടുത്തിയല്ലോ. എല്ലാം കണ്ടുപിടുത്തങ്ങൾ പലതും അവതരിപ്പിച്ച് ആ മനുഷ്യൻ ഇസ്ലാമിക സമൂഹത്തെ പലപ്പോഴായി വല്ലാതെ അങ്ങ് വേട്ടയാടിയല്ലോ. ഓതുന്ന കാലത്ത് കൂടെയുണ്ടായിരുന്നൊരു വ്യക്തിയെ ദർസുന്ന് അന്നത്തെ ഉസ്താദുമാര് പുറത്താക്കിയത് മുത്അ വിവാഹം, താൽക്കാലിക വിവാഹം കഴിച്ച് അതേപ്പറ്റി ആരോ ചോദിച്ചപ്പോൾ ന്യായം പറഞ്ഞു. മ്യൂട്ടാ മാരേജ്, മുത്അ വിവാഹം ഹറാമാണെന്ന് കിതാബുകൾ കാണിച്ചു കൊടുത്തപ്പോ വലിയ അയിമ്മത്തിന് മുഴുവനും ചീത്ത വിളിച്ച ഒരാൾ, അങ്ങനെയല്ലേ അയാൾ അന്ന് ദർസുന്ന് പുറത്തായത്. കാലങ്ങൾക്കു ശേഷം ബസ് യാത്രയിൽ കൂടെ ഒരു സീറ്റിന്റെ ഇരിപ്പിടത്തിൽ ആ വ്യക്തിയെ കണ്ടപ്പോൾ മഹാനായ ബീനാൻകുട്ടി ഉസ്താദ് ഫഖീഹുൽ ഉമ്മ ചിരിച്ചില്ല, നിശബ്ദനായില്ല, ലോഹ്യം പറഞ്ഞില്ല, ബീഡി ചോദിച്ചില്ല, വെറ്റിലടക്ക അങ്ങുമിങ്ങും പകരം കൊടുത്ത് സൗഹൃദം പുതുക്കിയില്ല. ഇരുന്ന ഇരിപ്പിൽ പടവെട്ടി സംസാരിച്ചു, തർക്കിച്ചു, ഉറച്ചു നിന്ന് ചില വാദങ്ങൾ അവതരിപ്പിച്ചു. ബീരാൻകുട്ടി നീ അല്ലായിരുന്നെങ്കിൽ എന്നു പറഞ്ഞ് അപരൻ തന്നെ ഈ വിഷയത്തില് ബീരാൻകുട്ടി ഉസ്താദിന്റെ കാർക്കശ്യവും പാണ്ഡിത്യവും സമ്മതിക്കുന്നു. ആദർശമാണ് അവിടെ, പിന്നെ വിട്ടുവീഴ്ചയില്ല. ആ വലിയ ആദർശ പുരുഷന്റെ വഴി അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം മഹത്തുക്കളുടെ വെളിച്ചം നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഔലിയാക്കളെ പൊരുത്തം നീ കാണിച്ചു തരണേ അല്ലാഹ്. മഹാന്മാരുടെ സന്തോഷം ഞങ്ങൾക്കെല്ലാം ജീവിതത്തിലെന്നും തണലായി നീ കാണിച്ചു തരണമേ അല്ലാഹ്. അവസാനം ഒരിക്കൽ കണ്ടപ്പോ വിനീതനായ എന്നോട് പറഞ്ഞു, ഞാൻ ഈ വഴിയൊക്കെ നന്നായി ഇപ്പൊ അങ്ങ് സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ വീട്ടിലേക്കുള്ള റോഡില് ഏത് വാഹനവും വരുന്നൊരവസ്ഥയാണ്. അതിന് ഇത്രയൊക്കെ പൈസയായി എന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ അതെന്തിന് എന്ന് ചോദിച്ചില്ല. ഉസ്താദ് തന്നെ പറഞ്ഞു, AP ഉസ്താദിനൊക്കെ ഈ വഴി വരണമല്ലോ, അതിനൊക്കെ ഒരു ദിവസം വേണ്ടി വരുമല്ലോ. അപ്പൊ പിന്നെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകരുത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വഴിയൊക്കെ ഒന്ന് വെട്ടിത്തെളിച്ചത്, ഇത് വാഹനത്തിനൊക്കെ വരാൻ വേണ്ടി സൗകര്യപ്പെടുത്തിയത് എന്ന് ഉസ്താദ് പറഞ്ഞതോർക്കുന്നു. സുബ്ഹാനല്ലാഹ്. കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് ഏറ്റിക്കൊടുക്കട്ടെ. ആ തണല് അല്ലാഹു നിലനിർത്തി തരട്ടെ. ഇനിയും ഒരുപാട് കാലം നമ്മുടെ പേരമക്കൾക്ക് വേണ്ടി കൂടി അല്ലാഹു ആ തണല് നീട്ടിത്തരട്ടെ. CK അബ്ദു മുസ്ലിയാർ ഉസ്താദ് അവർകളുടെ ശിഷ്യനാണ്, അനുജനാണ്. കാന്തപുരം ഉസ്താദിനെ കണ്ടപ്പോ പറഞ്ഞു, ഞാൻ അങ്ങയുടെയും കൂടി ശിഷ്യനാണ്. ഇന്ന ക്ലാസുകളിൽ നിങ്ങൾ അന്ന് തന്ന നോട്ട്സ് മുഴുവനും ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതെന്റെ കയ്യിൽ ഇന്നും കരുതിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് കാക്കാന്റെ അനുജൻ മാത്രമല്ല, അങ്ങയുടെ വിനീതനായ ഒരു ശിഷ്യൻ കൂടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു.
പറഞ്ഞതോർക്കുന്നു. ഇന്ന് നമ്മോടൊപ്പമില്ല. അള്ളാഹു അവർക്കൊക്കെ ദറജകളേറ്റിക്കൊടുക്കട്ടെ. സമസ്തയുടെ 60-ാം വാർഷികം കാന്തപുരം ഉസ്താദ് സ്വാഗതം പറയുന്നു. അതിന് തൊട്ടു മുമ്പ് കൊണ്ടൂർ ഉസ്താദ് അപ്പുറത്തൊരു മഖാം സിയാറത്തു ചെയ്ത് ഇനിയങ്ങ് തുടങ്ങിക്കോളി എന്ന് പറയുന്നു. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ അധ്യക്ഷ പദവി അനാരോഗ്യം പെട്ടെന്ന് പോയപ്പോ പകരം താജുൽ ഉലമ ആ ദൗത്യം നിർവഹിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മനോഹരമായ ശംസുൽ ഉലമാന്റെ ദീർഘനേരമുള്ള ഉദ്ഘാടന പ്രസംഗം ജാമിഉം മാനിഉം, അറബ് ലോകത്തെ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങൾ. ഒന്ന് സഅദിയ പ്രിൻസിപ്പൽ PA ഉസ്താദ് പരിഭാഷപ്പെടുത്തി, ചിലതെല്ലാം കാന്തപുരം ഉസ്താദ് മർക്കസ് പ്രിൻസിപ്പൽ പരിഭാഷപ്പെടുത്തി. സുബ്ഹാനല്ലാഹ്, മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുണ്ട്, ആശംസാ പ്രസംഗമാണ്. ഉമർ ബാഫഖീഹ് തങ്ങളുണ്ട്, ആശംസാ പ്രസംഗമാണ്. മഹിലിത്തറ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരുണ്ട്, അദ്ദേഹം വിഷയം അവതരിപ്പിച്ചു സംസാരിക്കുകയാണ്. ആ നല്ല കോമ്പിനേഷൻ, ആ നല്ല സമ്മേളനം, ആ നിറഞ്ഞ പുരുഷാരം, ആ സദസ്സിന്റെ ചേരുവകളൊക്കെ ഒന്നിനൊന്ന് മികച്ചതു തന്നെ. സുബ്ഹാനല്ലാഹ്, കണ്ണിയത്ത് ഉസ്താദിന്റെ മുശാവറ എത്രയെത്ര സമ്പന്നം. ഒന്നാമൻ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് തന്നെ, അല്ലാഹു ദറജകളേറ്റി കൊടുക്കട്ടെ. 40-ാമത്തെ അംഗം അണ്ടോണ PK മുഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഉസ്താദ്. ആ മഹാൻ 94 ജനുവരിയിലോ അതോ മെയ് മാസത്തിൽ മരണപ്പെട്ടപ്പോൾ ആ റൂമില് അതേ ക്ലാസുകൾക്ക് പകരമാണ് കാനാഞ്ചേരി മുദരിസായിരുന്ന CK ബീരാൻകുട്ടി ഉസ്താദിനെ കാന്തപുരം ഉസ്താദ് മർക്കസിലേക്ക് കൊണ്ടുവന്നതും ക്ഷണിച്ചതും. കാനാഞ്ചേരിക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടുന്ന് പോകൂലായിരുന്നു, എനിക്ക് പോകണമെന്ന് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഉസ്താദ് മുപ്പര് പറഞ്ഞതല്ലേ, അപ്പൊ പിന്നെ പോകാതിരിക്കുന്നതെങ്ങനെ? നാട്ടുകാരും പൊരുത്തം വെച്ചു, അവരും ആ ഇഷ്ടത്തിന് ഒപ്പം നിന്നു. സുബ്ഹാനല്ലാഹ്, പിന്നീട് കാനാഞ്ചേരിയിലെ പള്ളി ഉദ്ഘാടനം. ആ പള്ളി ഉദ്ഘാടനത്തിന് കുഞ്ഞാലിക്കുട്ടി ഇല്ലായിരുന്നു, KT ജലീൽ ഇല്ലായിരുന്നു, ശിഹാബ് തങ്ങൾ ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് ഉണ്ടായിരുന്നു. ആലിമീങ്ങളെ സ്നേഹിക്കുന്ന നാട്, അവര് ആലിമീങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒപ്പം നിന്നു. ബഹുമാനപ്പെട്ട ജാഫർ തുറാബ് തങ്ങൾ എല്ലാവരും ഇരിക്കും. അന്നത്തെ ആ സമ്പന്നമായ സമസ്ത മുശാവറ, അൽഹംദുലില്ലാഹ്, ഒന്നാമൻ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദാണ്. 40-ാമത് ബഹുമാനപ്പെട്ട PKM ബാഖവി ഉസ്താദ് അണ്ടോണയാണ്. 94 തന്നെ. സുബ്ഹാനല്ലാഹ്, അണ്ടോണ ഉസ്താദ് മരിച്ചുപോയി. 92-ലോ കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായി പോയി. സുബ്ഹാനല്ലാഹ്, 40 പേർ ആരും ഇന്നില്ല. ഇല്ലാ വാഹിദ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകൾ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് ഏറ്റിക്കൊടുക്കട്ടെ. ആ നല്ല നേതൃത്വം അല്ലാഹു നമുക്ക് ഒരുപാട് കാലം ഇനിയും നിലനിർത്തി തരട്ടെ. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹിയെ പരിചയപ്പെടുത്തി തന്നത് ബഹുമാനപ്പെട്ടവരാണ്. വടകര അമ്മദാജി തങ്ങളെ സമൂഹത്തിന് പരിചയപ്പെടുത്തിയത് ബഹുമാനപ്പെട്ടവരാണ്. അപ്പനങ്ങാടി ബാപ്പ മുസ്ലിയാരെ കുറിച്ച് ഈ സമുദായത്തിന് പരിചയപ്പെടുത്തിയത് ബഹുമാനപ്പെട്ടവരാണ്. KK ഉസ്താദിന്റെ ബഹുമാനം ഒരുപാട് സദസ്സുകളിൽ കാന്തപുരം ഉസ്താദ് സമ്മോഹനമായി പറഞ്ഞു പരിചയപ്പെടുത്തിയത് നമ്മളിൽ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മക്കയിലെ സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി നാട്ടിൽ വന്നതെങ്ങനെ? അറബ് ലോകത്തെ വലിയ വലിയ മഹാന്മാർ നമ്മുടെ നാട്ടിലെത്തിയതെങ്ങനെ? വലിയ ചെലവൊക്കെ അതിന് ഉണ്ടാകും. അവരാരും സമ്പന്നരാകണമെന്നില്ല, നമുക്കെന്തെങ്കിലും ദുന്യവിയായി തന്നുകൊള്ളണമെന്നില്ല. വലിയ തുക ചെലവാക്കി വലിയ ആലിമീങ്ങളെ, ഔലിയാക്കളെ, മഹാജനങ്ങളെ, സജ്ജനങ്ങളെ നമ്മളെ നാടുകൾക്ക് പരിചയപ്പെടുത്തുന്നു. ഉസ്താദ് അവരുടെ സേവനം എത്ര വലുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദുൽ ഖൗമി ഖാദിമുഹും, നല്ല നേതാക്കൾ, സമൂഹത്തിന് വലിയ സേവനങ്ങൾ ചെയ്യുന്ന മഹത്തുക്കൾ, ഖൈറുൻ നാസി അൻഫഉഹും, ഏറ്റവും ഉത്തമൻ ആരാണ്? ഏറ്റവും
ഉപകാരം ചെയ്യുന്നയാളാണ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ രൂപത്തിലൊക്കെ വലിയ മഹാന്മാരെ അള്ളാഹു നമുക്ക് കാണിച്ചു തരുമാറാകട്ടെ. മർക്കസ് സഖാഫത്തി സുന്നിയ ഇന്ന് ഒരു ഹാഫിളുകളുടെ സംഗമം, സദസ്സിൽ ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ 1000 പേർ, കാണാതെ പഠിച്ച് ആ സദസ്സിൽ തന്നെ ഇരിക്കുന്നുണ്ട് ചുരുങ്ങിയതൊരു 200 പേർ. 3000 ഹാഫിളുകൾ അഹ്ലുസുന്നത്തിന്റേത് തന്നെ കേരളത്തിൽ, 15,000-ലധികം സഖാഫികൾ. ആ വലിയ വിപ്ലവത്തിലേക്കാണ് ബഹുമാനപ്പെട്ട വാളക്കുളം ഉസ്താദ് ചേർന്ന് നിന്നുകൊടുത്തത്. മൗലാന വാളക്കുളം അബ്ദുൽ ബാരി ഖദ്ദസല്ലാഹു സിർറഹ്, വലിയ പണ്ഡിതന്മാരുടെ പ്രഭാവം അതിലേക്ക് ചേർന്ന് നിന്നുകൊടുത്തു. മൗലാന വാളക്കുളം അബ്ദുൽ ബാരി റഹ്മത്തുള്ളാഹി അലൈഹി നാട്ടിലെ സ്കൂളിന് എത്രയാണ് ഭൂമി കൊടുത്തത്? പുതിയ തലമുറ കേൾക്കണം, അറിയണം, മനസ്സിലാക്കണം. അക്ഷരവിരോധികൾ എന്നൊക്കെ പറഞ്ഞ് കൊമ്പ് കുലുക്കുന്ന കാളകൾ ചാനലുകളിലും മറ്റും അനുസ്മരണങ്ങൾ അത്യാവശ്യം, ഇല്ലെങ്കിൽ സമൂഹം തെറ്റിദ്ധരിച്ചു പോകും. മദ്രസകൾ മുഴുവനും ഇവിടെ നടത്തുന്നത് ആരാണ്? മഹല്ലിലെ പാവം ജനങ്ങളാണ്. സർക്കാർ ശമ്പളം കൊടുത്തിട്ടാണ് എന്ന് ചെലക്കുന്നു. രാഷ്ട്രീയ പ്രസ്ഥാനം പോറ്റുന്ന ഒരുപാട് ക്ഷുദ്രജീവികൾ അവര് വലത്തും ഇടത്തുണ്ട്. വേറെ ഒരു ഭാഗം അവിടെയുണ്ട്. അതിങ്ങനെ പറയാൻ, ആ കള്ളം ആവർത്തിക്കാൻ ഒരു ഉളുപ്പുമില്ലാത്ത ജീവികൾ. അത് പിന്നെ പലരുടെയും പതിവായി മാറുകയാണ്. 1-2 വാക്ക് പറഞ്ഞു ഉത്തരം മുട്ടുമ്പോൾ 6-ാം നൂറ്റാണ്ടിലെ അരാജകത്വം ഒരു ക്ലീഷയായി ചാനൽ ചർച്ചകളിൽ പലരുടെയും വായിൽ വന്ന് വീഴാണ്. നല്ല ആളുകൾ, ചെറുപ്പക്കാർ, പണ്ഡിതന്മാർ, കാലത്തെ വായിക്കുന്നവർ, ധാരാളം വായിച്ചിട്ടുള്ളവർ, ഏതാണ്ട് എല്ലാ ഭാഷകളിലും സംസാരിക്കാൻ കഴിയുന്നവർ, അവർ തെറ്റിദ്ധാരണ തിരുത്തിയില്ലെങ്കിൽ നമ്മളെ സമൂഹം വല്ലാതെ വേട്ടയാടപ്പെടും. അനുവദിച്ചുകൂടാ. സ്കൂളുകൾക്കെതിരെ ഇല്ല. മൗലാന അബ്ദുൽ ബാരി മഹാനവർകൾ സ്കൂളുകൾക്ക് അന്ന് കൊടുത്ത ഭൂമിയെപ്പറ്റി, CM വലിയുള്ളാന്റെ വാപ്പ സ്കൂൾ സ്ഥാപിച്ചു, കുറെ കാലം ശമ്പളം കൊടുത്തു. പിന്നെ സർക്കാർ ഏറ്റെടുത്ത് സർക്കാർ ശമ്പളം കൊടുക്കുന്നു അധ്യാപകർക്ക്. വഫാത്ത് വരെ ആ വാപ്പ ആലിമാണ്, വലിയാണ്, സൂഫിയാണ്, വലിയൊരു വലിയന്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്, സ്കൂൾ മാനേജരാണ്. വഫാത്തിന്റെ നാളുകൾ വരെ നമ്മൾ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചവരാണ്, അതിനു വേണ്ടി വാദിച്ചവരാണ്. നമ്മൾ ആ പാരമ്പര്യം മറന്നു പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പൂർവകാല മഹത്തുക്കൾ അവര് കാണിച്ച വഴിയിലൂടെ ഒന്നിച്ച് നല്ല ഹിദായത്തിന്റെ വഴിയിൽ ഒരുമിച്ച് നിൽക്കുന്ന സന്തോഷം നമുക്കെല്ലാവർക്കും അല്ലാഹു നിലനിർത്തി തരട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ സെക്രട്ടറിയായിട്ട് ജർമ്മൻ അഹ്മദ് മുസ്ലിയാർ കോഴിക്കോട് ജർമ്മൻ ഭാഷയിൽ പാണ്ഡിത്യമുണ്ടായിരുന്നു. കോഴിക്കോട്ടെ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. സമസ്തയുടെ മുശാവറ അംഗമായിരുന്നു. സായന്തനങ്ങളിൽ പള്ളിയിലിരുന്ന് മുഅല്ലിമുകൾക്കും ചെറു മുതഅല്ലിമീങ്ങൾക്ക് തന്നെയും കിതാബോധി കൊടുക്കുന്ന പാണ്ഡിതനൻ കോഴിക്കോട്ടെ ഏറ്റവും അനിവാര്യമായ ഒരു സാന്നിധ്യമായതുകൊണ്ട് മുശാവറയിൽ പണ്ടേ ഇടം കണ്ടു. ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന ഒരാൾ സമസ്ത മുശാവറയുടെ സ്ഥാപക സമൂഹത്തിൽ നമ്മൾ കാണുന്നു. അദ്ദേഹത്തിന് പല ഭാഷകളിലും പാണ്ഡിത്യമുണ്ടായിരുന്നു. ആ പാണ്ഡിത്യത്തിന്റെ ചേരുവകൾ തെറ്റിദ്ധരിപ്പിച്ചോ ആരെങ്കിലും തിരിച്ചുപോക്കിന്റെ വഴിയാണ് കാന്തപുരം ഉസ്താദ് പഠിപ്പിച്ചു തരുന്നത്. സയ്യിദ്മാരുടെ നേതൃത്വം, ഖലീൽ തങ്ങളുടെ സ്ഥാപന സമുച്ചയങ്ങൾ ഒക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക.